ഇതിനു വേണ്ടി ഈ 7.5 ഹാൻബാനാക് സെപ്പറേഷൻ തിയറത്തിന് വേണ്ടിയാണ് ഈ 4 സ്റ്റേറ്റ്മെന്റ്സും നമ്മൾ അല്ലെങ്കിൽ 4 റിസൾട്ട്സും കൊണ്ടുവന്നത്. എന്താണ് ഇത് സ്റ്റേറ്റ്മെന്റ് എന്ന് നോക്കാം. എക്സ് ബി എ നോർമൽ എന്താണ് ഇത് സെപ്പറേറ്റ് ചെയ്യുന്നത്? എക്സ് ബി എ നോർമൽ സ്പേസ് ഓവർ കെ ആൻഡ് E1 E2 ബി നോൺ എംപ്റ്റി ഡിസ്ജോയിന്റ് കോൺവെക്സ് സബ്സെറ്റ്സ് ഓഫ് എക്സ്. അപ്പോ E1 is open in X, then there is a real hyperplane in X which separates E1 and E2. നമുക്കറിയാം ഈ എക്സ് ഇവിടെ വന്ന അവിടെ ഒരു ലീനിയർ ഫംഗ്ഷണൽ ഡിഫൈൻ ചെയ്താൽ എഫ് ഫ്രം എക്സ് ടു കെ എ സി കൊണ്ട് ആർ ഓർ സി. അപ്പോ എഫ് ഓഫ് E1 എന്നൊക്കെ പറയുമ്പോൾ കോംപ്ലക്സ് ആകാം, പക്ഷെ അതിന് പ്രൊജക്ട് ചെയ്യുന്നത് പോലെ നമ്മൾ ആലോചിച്ചാൽ ആ എഫ് E1ലെ എലമെന്റുകളുടെ ഇവിടെ x1കൾ കോംപ്ലക്സ് ആയാൽ പോലും അതിന്റെ റിയൽ പാർട്ടിനെ കുറിച്ച് ആലോചിക്കാം. റിയൽ പാർട്ട് ഓഫ് എഫ് ഓഫ് x1 കംപ്ലീറ്റ് ആയിട്ട് റിയൽ പാർട്ട് ഓഫ് എഫ് ഓഫ് x2ന്റെ ഇടതുവശത്ത് നിൽക്കും. എഫ് ഓഫ് x2 എടുത്തെയാണ് എഫ് ഓഫ് x2 E2ലെയാണ് ഇരിക്കും, സ്ട്രിക്ട്ലി ആയിരിക്കുകയും ചെയ്യും. റിയൽ പാർട്ട് ഓഫ് എഫ് x1 ലെസ് ദാൻ ടി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് എഫ് x2 ഉണ്ടല്ലോ. എന്താ 7.3യുടെ സ്റ്റേറ്റ്മെന്റ്? ഇവിടെ നമ്മൾ ഈ തിയറത്തിന്റെ എഫ് എന്ന് പറയുന്ന കണ്ടിന്യൂസ് ലീനിയർ ഫംഗ്ഷനിലെ എക്സിസ്റ്റൻസ് ഈ രീതിയിൽ ആലോചിക്കുന്നതിന് നമുക്ക് വേണ്ടുന്ന എന്തൊക്കെയാണ്? നോർമൽ സ്പേസ്, വൈ സബ്സ്പേസ് ആൻഡ് ഈസ് എ നോൺ എംപ്റ്റി ഓപ്പൺ കോൺവെക്സ് സെറ്റ്. ഇവിടെ നമുക്ക് അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാം, ഒരു ഇയും വൈയും. അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് തന്നുള്ള E1 E2 ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇവിടെ ഇപ്പോ E1 മൈനസ് E2 ഉണ്ടാക്കാം. E1 മൈനസ് E2 നമുക്കറിയാം, രണ്ട് സെറ്റുകൾ ആഡ് ചെയ്യുന്ന വിധമൊക്കെ നമുക്കറിയാം. ഇവിടെ സെറ്റ് ഓഫ് ഓൾ x1 മൈനസ് x2 സച്ച് ദാറ്റ് x1 ബിലോങ്സ് ടു E1, x2 ബിലോങ്സ് ടു E2. ഇനി ഈ E1 മൈനസ് E2 ചുരുക്കത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇയുടെ സ്ഥാനത്തേക്ക് 7.3 തിയറത്തിൽ ഇയുടെ പ്ലേസ് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് എന്തൊക്കെ പ്രോപ്പർട്ടി വേണം? നോൺ എംപ്റ്റി, ഓപ്പൺ, കോൺവെക്സ്. പോരാ, ഈ ഇന്റർസെക്ഷൻ വൈ നൾ സെറ്റ് നോക്കുക വേണം. E1 E2 നോൺ എംപ്റ്റി ആണെങ്കിൽ ഡിഫറൻസ് നോൺ. പിന്നെ മറ്റ് എളുപ്പത്തിൽ പറയാമെന്ന് ഇത് കോൺവെക്സ് ആണ്. എന്തുകൊണ്ട് കോൺവെക്സ് ആണ്? അപ്പോൾ ചെയ്യാൻ നോക്കണം. അത് രണ്ട് എലമെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഫോമിൽ തന്നെ എടുക്കുന്നത് നല്ലത്. അപ്പൊ x1 മൈനസ് x2, y1 മൈനസ് y2, അങ്ങനെ 1 2 എടുത്തു കഴിഞ്ഞാൽ E1 E2 മനസ്സിലാവുകയും ചെയ്യും. അപ്പൊ x1 y1 E1ലെയാണ്, x2 y2 E2ലെയാണ്. E1 E2 കോൺവെക്സ് ആണ്, അതാണ് അതിന്റെ പ്രോപ്പർട്ടി. അപ്പോൾ ഫോർ 0 ലെസ് ദാൻ s ലെസ് ദാൻ 1 s ഇൻറ്റു x1 മൈനസ് x2 പ്ലസ് 1 മൈനസ് s ഇൻറ്റു y1 മൈനസ് y2 നെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇതിനെ നമുക്ക് E1 E2 മാറ്റാം. അപ്പൊ ഇവിടുന്ന് sx1 എടുക്കാം, ഇവിടുന്ന് 1 മൈനസ് sy1 എടുത്ത് സം ചെയ്യാം. മൈനസ് sx2 പ്ലസ് 1 മൈനസ് s ഇൻറ്റു y2. ഈ sx1 പ്ലസ് 1 മൈനസ് s ഇൻറ്റു y1, x1 y1 E1ലെയാണ്, E1 കോൺവെക്സ് ആണ്, അതുകൊണ്ട് ഇത് E1ലാണ്. ഈ രണ്ടാ എഴുതിയിരിക്കുന്നത് സിമിലർലി E2ലാണ്. അപ്പൊ മൈനസ് ഇട്ട് E1 മൈനസ് E2ലാണ്. തീർച്ചയായിട്ടും x1 മൈനസ് x2, y1 മൈനസ് y2 ആണ് അതിന്റെ എലമെന്റ് 4. അപ്പൊ അത് കോൺവെക്സ് ആയി. E1 മൈനസ് E2നെയാണ് ഈ ആക്കാൻ നമ്മൾ താല്പര്യപ്പെടുന്നത്. അപ്പൊ E1 മൈനസ് E2 എന്താവണം? E1 മൈനസ് E2 ഓപ്പൺ ആണോ? E1 ഓപ്പൺ ആണ്, E2 സബ്സെറ്റ് ആണ്. അത് 5.6. ഓക്കെ. അപ്പോ E1 മൈനസ് E2 ഈസ് ഓപ്പൺ. അപ്പോ നമ്മൾ നോക്കുമ്പോൾ ഈ ആകാനുള്ള ആദ്യത്തെ കാര്യങ്ങളെല്ലാം ഇത് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. സോ 0 നോട്ട് ബിലോങ്സ് ടു E1 മൈനസ് E2. ദാറ്റ് ഈസ് വൈ നമ്മൾ നേരത്തെ പറഞ്ഞാൽ തന്നെ ആൻസർ ഉണ്ട്. 0 E1 മൈനസ് E2 ഇല്ല. 0 E1 മൈനസ് E2 ഉണ്ടാകണമെങ്കിൽ രണ്ടിലും കോമൺ ആയിട്ടൊരു എലമെന്റ് വേണം, അല്ലേ? x മൈനസ് x വന്നെങ്കിൽ 0 ആകുമോ? പക്ഷെ രണ്ടിലും കോമൺ ആയിട്ട് എലമെന്റ് ഇല്ല, കാരണം E1 E2 ഡിസ്ജോയിന്റ് സെറ്റ്സ് ആണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 0 E1 മൈനസ്, ശരിയായല്ലോ. അപ്പൊ നമുക്ക് ഇക്ക് വേണ്ടിയുള്ള സാധനമായി. അപ്പൊ നമ്മൾ E1 മൈനസ് E2നെ E എന്ന് വിളിക്കുന്നു. തിയറത്തിലേക്ക് പോവാം. പക്ഷേ അവിടെ നമുക്ക് ഈ എഫ് കൊണ്ടുവരണമെങ്കിൽ വേറൊരാളുടെ റോൾ ആവശ്യമുണ്ട്. ഇതിന്റെ ഒരു സബ്സ്പേസ് വൈയുടെ സച്ച് ദാറ്റ് ഈ ഇന്റർസെക്ഷൻ വൈ ഈസ് ഈക്വൽ ടു നൾ സെറ്റ്. അതിനുവേണ്ടിയാണ് 0 E1 മൈനസ് E2 ഇല്ല എന്ന് കാണിച്ചത്. 0 E1 മൈനസ് E2 ഇല്ലെങ്കിൽ y ഈക്വൽ ടു സെറ്റ് 0 ക്ലിയർലി സബ്സ്പേസ് ആ നമുക്കറിയാം. തീർച്ചയായിട്ടും y ഈസ് ഈക്വൽ ടു സെറ്റ് 0യുമായിട്ട് E1 മൈനസ് E2ന്റെ ഇന്റർസെക്ഷൻ എംപ്റ്റി ആണ്, കാരണം 0 E1 മൈനസ് E2 ഇല്ല, ഇത് സിംഗിൾട്ടൺ സെറ്റ് എടുത്തിരിക്കുന്നത്. അപ്പൊ സബ്സ്പേസ് ആണ്. വളരെ എളുപ്പത്തിൽ സബ്സ്പേസ് കിട്ടി, y സെറ്റ് 0. ദെൻ ഈ ഇന്റർസെക്ഷൻ y നൾ സെറ്റ് ആയി. അപ്പൊ ഈ ഇന്റർസെക്ഷൻ y നൾ സെറ്റ് വരെ ആയ സ്ഥിതിക്ക് ഇനി നമുക്ക് നേരിട്ട് 7.3 തിയറത്തിലേക്ക് പോവാം. Is a non-empty open convex subset of X and Y be a subspace of X such that E intersection Y is equal to null set. Theorem 7.3, we get F belongs to X prime such that real part of F of X not equal to 0 for every X belongs to E. What is E?
is equal to e1 minus e2. അതുകൊണ്ട് e1 minus e2 എലമെന്റിന്റെ ഫോം x1 minus x2 ആണ്. ദാറ്റ് മീൻസ് x എന്ന് പറയുന്നത് x1 minus x2 ഫോം ആണ്. ദാറ്റ് ഈസ് റിയൽ പാർട്ട് ഓഫ് f of x1 minus f of x2 നോട്ട് ഈക്വൽ ടു 0 for x1 belongs to e1 and x2 belongs to e2. What about f of x1 minus x2? Since f is linear, therefore f of x1 minus x2 is equal to f of x1 minus f of x2. Part of f of x1 minus real part of f of x2. When not equal to 0, that is real part of f of x1 not equal to real part of f of x2. Thus, real part of f of e1 and real part of f of e2 are disjoint convex subsets of R. Real part of f of x1 ഒരിക്കലും real part of f of x2 ആവുന്നില്ല. കോൺവെക്സ് ആയി അത് പ്രൊജക്ഷൻ വഴി ആലോചിക്കാവുന്ന കാര്യമേ ഉള്ളൂ. എഫ് ഓഫ് e1 എലമെന്റ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ഫോം ആയിരിക്കും. അപ്പൊ എഫ് ഓഫ് x1, അപ്പൊ x1 എവിടുത്തെയാ? e1ലെയാണ്. അതുപോലെ എഫ് ഓഫ് y1 അടുത്ത എലമെന്റ് എടുത്തു. അപ്പൊ y1 എവിടുത്തെയാ? e1ലെയാണ്. ഈ എസ് എഫ് ഓഫ് x1 എഫ് ലീനിയർ അല്ലേ? എസ് സ്കെയിലറും അല്ലേ? റിയൽ എന്ന് പറഞ്ഞാൽ എസ് സ്കെയിലർ ആണ്. അപ്പം എഫ് ലീനിയർ ആയതുകൊണ്ട് നമുക്ക് ഇതിനെ ആയതുകൊണ്ട് ഇങ്ങനെ എഴുതാം, ഇത് ഈക്വൽ ടു ആണ്. ഓക്കെ, എസ് x1 പ്ലസ് 1 മൈനസ് എസ് ഇൻറ്റു y1 എവിടെ വരും? e1ൽ വരും, കാരണം e1 കോൺവെക്സ് ആണ്. അപ്പൊ എഫ് ഓഫ് എന്ന് പറയുന്ന ഈ സാധനം എവിടെ വരും? ദിസ് ബിലോങ്സ് ടു, ഇങ്ങോട്ട് പറ്റുന്നതുകൊണ്ട് ഞാൻ എഴുതി എഫ് ഓഫ് e1. അപ്പൊ ആയില്ലേ? അപ്പൊ എഫ് ഓഫ് e1ലെ ഏത് രണ്ട് എലമെന്റ് എടുത്താലും എഫ് ഓഫ് x1 എഫ് ഓഫ് y1 ഫോം ആണത്. അങ്ങനെ എടുത്താൽ അതിന്റെ ലീനിയർ കോൺവെക്സ് കോമ്പിനേഷൻ, അതിന്റെ കോൺവെക്സ് കോമ്പിനേഷൻ എഫ് ഓഫ് e1ൽ വരുന്നുണ്ട്. എഫ് ഓഫ് e1 കോൺവെക്സ് ആണെന്ന് പറഞ്ഞാൽ എഫ് ഓഫ് e1 എവിടെ നിൽക്കുന്നേ? ടു കെ ആണ്. അപ്പം എഫ് ഓഫ് e1 വേണമെങ്കിൽ എവിടം വരെ കോംപ്ലക്സിന്റെ കളക്ഷൻ ആവാം, ഒരു കോംപ്ലക്സ് ആയിട്ടല്ല നിൽക്കുള്ളൂ. ഇതാണെന്നേരം എഫ് ഓഫ് e1 എന്നിരിക്കട്ടെ, എവിടെയാണ് നിൽക്കുന്നത്? സിയിലാണ്. എഫ് ഓഫ് e1 കോൺവെക്സ് ആണെങ്കിൽ ഒരു കോൺവെക്സിന്റെ പ്രൊജക്ഷൻ ആണ് റിയൽ എഫ് ഓഫ് e1 ആണോ? അപ്പൊ ഒരു കോംപ്ലക്സിലെ കോൺവെക്സ് സെറ്റിന്റെ പ്രൊജക്ഷൻ തീർച്ചയായിട്ടും റിയലിൽ എന്തേ കിട്ടത്തുള്ളൂ? ഇന്റർവൽ. ആ ഇന്റർവൽ ബ്രേക്ക് ചെയ്യുക പോലും ഇല്ല. ആ ഇന്റർവൽ ബ്രേക്ക് ചെയ്താൽ ഇവിടെ ബ്രേക്കിംഗ് വരും. മേളി ബ്രേക്കിംഗ് വന്നാൽ അത് കോൺവെക്സ് അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഒറ്റ ഇന്റർവൽ ആയിട്ട് തന്നെ കിട്ടും. തീർച്ചയായിട്ടും റിയൽ ലൈനിലെ കോൺവെക്സ് എന്ന് പറയുന്നത് ഏതാണ്? ഓരോ ഇന്റർവലുകളാണ്. അപ്പൊ എഫ് ഓഫ് e1 കോൺവെക്സ് ആണ്, അതുകൊണ്ട് റിയൽ പാർട്ട് ഓഫ് എഫ് ഓഫ് e1 കോൺവെക്സ് ആണ്. മനസ്സിലാവും? സിമിലർലി e2 കോൺവെക്സ് ആണ്, എഫ് ഓഫ് e2 കോൺവെക്സ് ആവും, റിയൽ പാർട്ട് ഓഫ് എഫ് ഓഫ് e2 കോൺവെക്സ് ആവും. ഡിസ്ജോയിന്റ് എന്നുള്ളത് നമ്മളിവിടെ കണ്ടു. അപ്പം അതുകൊണ്ടാണ് റിയൽ പാർട്ട് ഓഫ് എഫ് ഓഫ് e1 ആൻഡ് റിയൽ പാർട്ട് ഓഫ് എഫ് ഓഫ് e2 ആർ ഡിസ്ജോയിന്റ് കോൺവെക്സ് സബ്സെറ്റ്സ് ഓഫ് ആർ എന്ന് പറഞ്ഞത്. എഫ് ഓഫ് e1 എഫ് ഓഫ് e2 ചുരുക്കത്തിൽ ഡിസ്ജോയിന്റ് ആയിട്ടുള്ള കോൺവെക്സ് സെറ്റുകളാണ്. അത് പറയുമ്പോൾ നമുക്ക് പറയാം റിയൽ എഫ് ഓഫ് e1 റിയൽ എഫ് ഓഫ് e2 ഡിസ്ജോയിന്റ് ആയിട്ടുള്ള കോൺവെക്സ് സെറ്റുകളാണ്. അപ്പോൾ ഒരിടത്തേ നിൽക്കത്തുള്ളൂ. ഇതാണ് എഫ് ഓഫ് e1. ആദ്യത്തെ പറഞ്ഞത് എഫ് ഓഫ് e1, രണ്ടാമത്തെ എഫ് ഓഫ് e2 എന്ന് എടുക്കാം. അങ്ങനെ എടുക്കുമ്പോൾ ഇത് രണ്ടും കോൺവെക്സ് ആണ്, ഇതിന്റെ പ്രൊജക്ഷൻസ് ഇവിടെ വരും. അപ്പൊ ഇത് ചുരുക്കത്തിൽ പറഞ്ഞാൽ റിയൽ പാർട്ട് ഓഫ് എഫ് ഓഫ് e1 ഒരു ഇന്റർവൽ ആണ്, അതുപോലെ റിയൽ പാർട്ട് ഓഫ് എഫ് ഓഫ് e2 ഒരു ഇന്റർവൽ ആണ്, കാരണം ഇത് രണ്ടും കോൺവെക്സ് ആണ്. എഫ് ഓഫ് e2 ഇവിടെ കാണുമോ? കുറച്ച് ഭാഗം കോൺവെക്സ് ആണ്. കോൺവെക്സ് ആയതുകൊണ്ട് ബ്രേക്ക് ചെയ്തതിന്റെ ഭാഗങ്ങൾ പോവില്ല. അതുകൊണ്ട് എഫ് ഓഫ് e2 അങ്ങനെ വരില്ല എന്ന് മനസ്സിലാക്കാം. അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എഫ് ഓഫ് എന്ന് പറയുന്നത് എവിടെ ഒരിടത്ത് കൂടിയേ നിൽക്കൂ, കാരണം കോൺവെക്സ് ആണത്. അങ്ങനെയൊക്കെ പിന്നെ കൂടി നിൽക്കുക മാത്രമല്ല, കോൺവെക്സിന്റെ പ്രോപ്പർട്ടിയോട് കൂടി നിൽക്കുന്ന സാധനമാണ്. അപ്പൊ എഫ് ഓഫ് e1 ഒരു സൈഡ്, എഫ് ഓഫ് e2. പക്ഷെ വേണമെങ്കിൽ എഫ് ഓഫ് e2 ലെഫ്റ്റ് സൈഡിൽ വരാം മുഴുവനായിട്ട്. അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കും. ഇപ്പൊ ഞാൻ എഴുതിയിരിക്കുന്നത് എഫ് ഓഫ് e1 എഫ് ഓഫ് e2 ഞാൻ എഴുതിയിരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ട്. അപ്പൊ ഡിസ്ജോയിന്റ് കോൺവെക്സ് സബ്സെറ്റ്സ് ഓഫ് ആർ ആണ്. അപ്പൊ അതിന്റെ പ്രൊജക്ഷൻസ് വരുമ്പം അതിന്റെ പ്രൊജക്ഷൻസ് ആണ് റിയൽ പാർട്ട് ഓഫ് എഫ് ഓഫ് e1 റിയൽ പാർട്ട് ഓഫ് എഫ് ഓഫ് e2. ഒരിക്കലും അവ തമ്മിൽ ഓവർലാപ്പ് ചെയ്യില്ല. അപ്പൊ ഞാനിപ്പം വരച്ചിരിക്കുന്ന അനുസരിച്ചാണെങ്കിൽ നമുക്ക് റിസൾട്ട് ആയി. എന്താ? റിയൽ എഫ് ഓഫ് e1 ലെഫ്റ്റ് സൈഡിലാണ് കിടക്കുന്നത്, റിയൽ എഫ് ഓഫ് e2ന്റെ. അതുകൊണ്ട് നമ്മുടെ റിസൾട്ട് ആയി. ഇനി തിരിച്ചാ കിടന്നെന്നുണ്ടെങ്കിലോ, എഫ് ഓഫ് e2 ഇവിടെയാണ്, എഫ് ഓഫ് e1 റൈറ്റ് സൈഡിലാണ്. ഇങ്ങനെ കിടന്നാൽ കുഴപ്പമൊന്നുമില്ല. എന്ത് ചെയ്താൽ മതി? എഫിനെ മൈനസ് എഫ് കൊണ്ട് റീപ്ലേസ് ചെയ്താൽ മതി, നമുക്ക് അതൊരു കിട്ടും. കാരണം എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ മൈനസ് എഫും കണ്ടിന്യൂസ് ആണ്, എഫ് ലീനിയർ ആണെങ്കിൽ മൈനസ് എഫ് ലീനിയർ ആണ്. അപ്പൊ എഫ് ഓഫ് നേരത്തെ ഇപ്പൊ എഫ് ഓഫ് e2 ലെഫ്റ്റ് സൈഡിലും എഫ് ഓഫ് e1 റൈറ്റ് സൈഡിലും ആണെങ്കിൽ മൈനസ് എഫ് ഇട്ട് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് എഫ് ഓഫ് e1 ലെഫ്റ്റ് സൈഡിലും മൈനസ് എഫ് ഓഫ് e2 റൈറ്റ് സൈഡിലും ആവും. We assume that real f of e1 lies to the left of real f of e2. ഇനിയും അല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ റീപ്ലേസിംഗ് എഫ് ബൈ മൈനസ് എഫ് ഇഫ് നെസസറി അത് മാറി കിട്ടും. റിയൽ എഫ് ഓഫ് നോൺ സീറോ ലീനിയർ ഫംഗ്ഷണൽ ആണ്, കാരണം ഓൺ ഇയിൽ അതെന്ത് ചെയ്തിട്ടുണ്ട്? അതിന്റെ എലമെന്റ് നോൺ സീറോ കിട്ടിയിട്ടുണ്ട്. പാർട്ട് ഓഫ് എഫ് ഫ്രം എക്സ് ടു ആർ
is a non-zero real linear functional and E1 is an open subset of X. Non-zero linear functional ആണെങ്കിൽ അത് തീർച്ചയായിട്ടും ഓപ്പൺ ആവുമെന്ന് ലെമ്മ 7.4 പറയുന്നു. അതുകൊണ്ട് E1 ഓപ്പൺ സെറ്റ് ആയതിനാൽ റിയൽ എഫ് ഓഫ് E1 REF എന്ന് പറയുന്ന ഈ മാപ്പിംഗ് അല്ലെങ്കിൽ G എന്ന് തന്നെ വിളിക്കാം, അത് ഓപ്പണിനെ ഓപ്പൺ ആയിട്ടേ മാപ്പ് ചെയ്യുള്ളൂ. ടു R ആണ്, അതുകൊണ്ട് ഓപ്പൺ ഇന്റർവെല്ലിലേക്ക് അത് മാപ്പ് ചെയ്യപ്പെടും. അപ്പോ നമുക്ക് കിട്ടി. അപ്പൊ റിയൽ എഫ് ഓഫ് E1 തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ പഴയതിലേക്ക് തന്നെ പോവാം. അത് എഫ് ഓഫ് E1 എഫ് ഓഫ് E2 തന്നെ നിൽക്കട്ടെ. അപ്പൊ റിയൽ എഫ് ഓഫ് E1, ഓക്കെ, റിയൽ എഫ് ഓഫ് E1 ഇതാണ് റിയൽ എഫ് ഓഫ് E1. അത് ഓപ്പൺ ആയിരിക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഇതിന്റെ എൻഡില് ഒരു ടി എന്ന് പറയുന്ന പോയിന്റ് എടുക്കാം. എന്തായിരിക്കും ആ ടിയുടെ പ്രത്യേകത? റിയൽ എഫ് ഓഫ് x1കളെല്ലാം ലെസ് ദാൻ ടി, സ്ട്രിക്ട്ലി ലെസ് ദാൻ ടി. ബാക്കി വേണമെങ്കിൽ ഇതിനോട് ചേർന്നിരിക്കാം. If t is the right end point of real f of E1, we see that real part of f of x1 less than t less than or equal to real part of f of x2 for every x1 belongs to E1 and x2 belongs to E2.